ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങിയാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ നമ്മുടെ ചാപ്റ്റർ 4 നമ്മുടെ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് ആലേ നോക്കിയത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ചാപ്റ്റർ 5 അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് എ ഗ്രേഡ് വാങ്ങണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ചാപ്റ്റർ പഠിക്കാം. ഇന്ന് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് പഠിച്ചു പോവാം. എന്നാലല്ലേ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ പഠിച്ചു പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ നോക്കുന്നത് അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ബോയ് എന്താണ് കഴിക്കുന്നത്? എന്താ കഴിക്കുന്നത്? മിക്ചറാലേ. അപ്പോൾ എല്ലാവർക്കും മിക്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? എല്ലാവരും കഴിക്കാറുണ്ടോ? അപ്പോൾ ഈ മിക്ചറിൽ എന്തൊക്കെ കാണും? എന്തൊക്കെയാണ് കാണുന്നത്? അതേലേ, കടല, പിന്നെയോ അട്ടാണി ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിരിക്കും അല്ലേ? അപ്പോൾ അതായത് അതിലെന്താണ്, നല്ല മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാവത്തില്ലേ? അതുപോലെയോ അതിൽ കറി ലീവ്സ് കാണും അല്ലേ? പിന്നെ എന്തൊക്കെ ഉണ്ടാവും അതിൽ? പിന്നെ എന്തൊക്കെയായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക? ഉപ്പുണ്ടാവും അല്ലേ? പിന്നെയോ പിന്നെ എന്തൊക്കെയായിരിക്കും? ഈ മിക്സർ ഉണ്ടാക്കാൻ എന്തായിരിക്കും ഉപയോഗിച്ചിരിക്കുക? ഒരു മാവ് ഉപയോഗിക്കത്തില്ലേ? അതായത് ഫ്ലോർ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇവിടെ എഴുതാൻ പറഞ്ഞേക്കുക. ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്, ഗ്രൗണ്ട് നട്ട്, ഫ്രൈഡ് ഗ്രാം, പിന്നെയോ വേറെ എന്തൊക്കെ കാണാൻ പറ്റും? ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ? ചില്ലി പൗഡർ, പിന്നെയോ കറി ലീവ്സ്, പിന്നെ എന്തൊക്കെയുണ്ട്? ഫ്ലോറ്, പിന്നെ സാൾട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടിയതാണ് എന്ത്? മിക്സ്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ്, ഇതെന്താ സംഭവം? കോൺക്രീറ്റ്. എല്ലാവരും കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീടൊക്കെ പണിയുമ്പോൾ, വീട് പണിയാനായിട്ട് ചേട്ടന്മാരൊക്കെ ഈ കോൺക്രീറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് വീടൊക്കെ പണിയുന്നത്. അപ്പോൾ ഈ കോൺക്രീറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോൺക്രീറ്റ്? അതായത് അതിൽ ഇവരെന്തൊക്കെ യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ സിമെൻ്റ് ഉപയോഗിക്കും, പിന്നെ സാൻഡ്, മണൽ ഉപയോഗിക്കും, അതുപോലെ തന്നെ വെള്ളം, മെറ്റൽ, അതൊക്കെ കൂടി മിക്സ് ചെയ്താണ് ഈ കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ്? സിമെൻ്റ്, പിന്നെയോ സിമെൻ്റ് മാത്രമാണോ? അല്ല, സാൻഡ്, പിന്നെ വാട്ടർ, മെറ്റൽസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് എന്തുണ്ടാക്കുന്ന? കോൺക്രീറ്റ്. ഇപ്പോൾ അതുപോലെ തന്നെ മിക്സർ ആണെങ്കിലോ പല ഇൻഗ്രീഡിയൻസ് നമ്മൾ കണ്ടുല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാവേ. വാവ്, സാലഡ്, മാംഗോ പിക്കിൾ. സാലഡ് എല്ലാവർക്കും ഇഷ്ടമാണോ? നിങ്ങളുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുമോ സാലഡ്, പിക്കിളൊക്കെ? നമ്മുടെ സർലാസും അതുപോലെ തന്നെ മാങ്ങാച്ചാറൊക്കെ എന്ത് ടേസ്റ്റാല്ലേ? അപ്പോൾ നോക്കിക്കേ, നിങ്ങൾക്ക് അറിയുമോ നോക്കട്ടെ, ഈ സാലഡിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് യൂസ് ചെയ്യുന്നത്? യെസ്, ഓണിയൻ, പിന്നെ എന്തുണ്ട്? ടൊമാറ്റോ, വെരി ഗുഡ്. ചില്ലി, പിന്നെയോ മുളക്, ചില്ലി, പിന്നെ കുക്കുംബർ, ക്യാരറ്റ്. യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ മാംഗോ പിക്കിളിലോ? മാംഗോ ഉണ്ട്, പിന്നെയോ കറി ലീവ്സ്, പിന്നെ എന്തൊക്കെയാണ്? ചില്ലി പൗഡർ. അങ്ങനെ പല ഇൻഗ്രീഡിയൻസ് ആലേ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ നമ്മുടെ സാലഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഓണിയൻ, ടൊമാറ്റോ, സാൾട്ട്, പിന്നെയോ ലെമൺ, കുക്കുംബർ, ക്യാരറ്റ്. ഓക്കെ, അപ്പോൾ
ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതായത് ഇന്നങ്ങനെ പഠിക്കാനുള്ള കാര്യങ്ങളല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാൻ വേണ്ടി ജസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതാണ്. അപ്പോൾ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ്, അതായത് കോൺക്രീറ്റ് ഇന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കി, അല്ലെങ്കിൽ സാലഡ് കുറേ സാധനങ്ങൾ കൂടി ഉണ്ടാക്കി, അല്ലെങ്കിൽ മാംഗോ പിക്കിളാണെങ്കിൽ കുറേ സാധനങ്ങൾ കൂടി ഉണ്ടാക്കി, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്തിനായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞേ? അല്ലെങ്കിൽ ഇതെന്താ, എന്തിലേക്ക് ഇത് എത്തുന്നേ? അതായത് ഇപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ സാലഡ് കുറേ സാധനങ്ങൾ മിക്സ് ചെയ്താണ് എന്തുണ്ടാക്കിയേക്കുന്നത്, സാലഡ്. അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്താണ് എന്തുണ്ടാക്കിയേക്കുന്നത്, മാംഗോ പിക്കിൾ. അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്താണ് എന്തുണ്ടാക്കിയേക്കുന്നത്, നമ്മുടെ കോൺക്രീറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എന്താണ് മിക്സ്ചേഴ്സ്? എന്തായിരിക്കും? യെസ്, അതായത് ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ, അല്ലെങ്കിൽ എന്താണ്, ഒന്നിൽ കൂടുതൽ സാധനങ്ങളുടെ എന്താണ്, ഒരു കൂട്ടം. മനസ്സിലായോ? അതിനെയാണ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിക്സ്ചർ. അപ്പോൾ എല്ലാവരും പറഞ്ഞേ, എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസിൻ്റെ എന്താണ്, ഒരു കൂട്ടായ്മ, ഒരു കൂട്ടം, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനാണ് എന്ത്, മിക്സ്ചർ. ഓക്കെ ആണോ? അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്, സാലഡ്, മാംഗോ പിക്കിൾ, കോൺക്രീറ്റ്, അങ്ങനെ. അപ്പോൾ എല്ലാവരും പഠിച്ചോ? അപ്പോൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് എന്താണ് മിക്സ്ചർ. എന്താണ്? എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസിൻ്റെ കോമ്പിനേഷനാണ് എന്ത്, മിക്സ്ചർ. എല്ലാവരും പഠിച്ചോ? അപ്പോൾ ഒരു എക്സാമ്പിളും കൂടി നിങ്ങൾ അതിനോടൊപ്പം തന്നെ പഠിക്കുക. കോൺക്രീറ്റ്, അല്ലെങ്കിൽ സാലഡ്, മാംഗോ പിക്കിൾ, അങ്ങനെ ഇഷ്ടമുള്ള ഒരു എക്സാമ്പിളും കൂടി പഠിക്കുക. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ച് മിക്സ്ചേഴ്സ് ഉണ്ടാക്കാം. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കുന്ന ഒരു ഡയഗ്രമാണ് തന്നേക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് മിക്സ്ചേഴ്സ് ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്നും കൂടി ജസ്റ്റ് കണ്ടുപിടിക്കാം. നമ്മുടെ പേജ് നമ്പർ 80-ൽ ഇവിടെ നോക്കിക്കേ, മിക്സ്ചർ പ്രിപ്പയർഡ് കമ്പോണൻസ്. അതായത് നമ്മൾ കുറച്ച് മിക്സ്ചേഴ്സ് ഉണ്ടാക്കണം, അതിലെന്തൊക്കെ കമ്പോണൻസ് ആണ് യൂസ് ചെയ്തതെന്ന് നമ്മൾ ഇവിടെ എഴുതണം. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് വൺ, ലൈം ജ്യൂസ്. ലൈം ജ്യൂസ് എന്ന് പറയുന്ന ആ മിക്സ്ചർ എന്തൊക്കെ കൂടിയതായിരിക്കും? യെസ്, ലൈം ഉണ്ടാവും, അതുപോലെയോ വാട്ടർ ഉണ്ടാവും. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്, ലൈം ജ്യൂസ്. പിന്നെ വേറെ എക്സാമ്പിൾസും കൂടി ഇവിടെ പറഞ്ഞിട്ടില്ലേ, നമുക്ക് നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് വൺ ലൈം ജ്യൂസ്, വാട്ടറും ലൈമും. പിന്നെ നെക്സ്റ്റ് ഒരെണ്ണം സാൾട്ട് വാട്ടർ, അവിടെയോ വാട്ടർ, സാൾട്ട്. ഇനി അടുത്ത് നമുക്ക് ഷുഗർ വാട്ടർ, അതിലെന്താണ്, പഞ്ചസാര വെള്ളം, വാട്ടർ ആൻഡ് ഷുഗർ. ഇനി ചോക്ക് പൗഡർ മിക്സ്ചർ, അതിലെന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിലെ കമ്പോണൻസ് എന്തൊക്കെയാണ്, വാട്ടർ, ചോക്ക് പൗഡർ. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇന്ന് ഇത്ര പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്, അതായത് നമ്മുടെ ചാപ്റ്റർ 5 അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസിൽ നമ്മൾ ആകെ പഠിച്ച ഒറ്റ കാര്യമാണ് എന്താണ് മിക്സ്ചർ. എന്താണെന്ന് എല്ലാവരും ഒന്നും കൂടി പറഞ്ഞ്, എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. നമ്മൾ കുറേ എക്സാമ്പിൾസ് കണ്ടില്ലേ, അതിലൊക്കെ ഒരു സബ്സ്റ്റൻസ് ആണോ ഉള്ളൂ, കുറേ സബ്സ്റ്റൻസ് ആഡ് ചെയ്താണ് എന്തുണ്ടാക്കിയത്, ആ ഫൈനൽ പ്രൊഡക്റ്റ്, ഫൈനൽ ആ മിക്സ്ചർ ഉണ്ടാക്കിയല്ലേ. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. അതായത് ലൈം ജ്യൂസ്, ഓക്കെ, അതൊരു മിക്സ്ചറിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ സാൾട്ട് വാട്ടർ, അല്ലെങ്കിൽ ഷുഗർ വാട്ടർ, അല്ലെങ്കിൽ ചോക്ക് പൗഡർ മിക്സ്ചർ. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കണതിന് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക, എന്താണ് മിക്സ്ചർ, അതുപോലെ തന്നെ എക്സാമ്പിൾസ് ഓഫ് മിക്സ്ചേഴ്സ്. ഇനി ഇതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. ഓക്കെ, അതായത്
മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സ് വെച്ചുകൊണ്ടുള്ള മിക്സ്ചേഴ്സിന് എക്സാമ്പിൾസ്, അതുപോലെ തന്നെ സോളിഡ്സും ലിക്വിഡും വെച്ചുകൊണ്ടുള്ള മിക്സ്ചേഴ്സിന് എക്സാമ്പിൾസ്, അങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഇത്രയാണ് പഠിപ്പിക്കണുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? മിക്സ്ചർ എന്താണെന്ന് പഠിക്കുക. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 80 നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക, അതായത് ഈ പറയുന്ന ടേബിൾ കംപ്ലീറ്റ് ആക്കുക. പിന്നെ നമ്മുടെ പേജ് നമ്പർ 78, 79 നമ്മുടെ ഓരോ ഇപ്പോൾ കോൺക്രീറ്റ്, സാലഡ്, അതുപോലെ തന്നെ മാംഗോ പിക്കിൾ, അതിൻ്റെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളത് എഴുതാനുണ്ട്. അതും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. പിന്നെ നിങ്ങളുടെ നോട്ട് ബുക്കിലാണെങ്കിൽ നിങ്ങൾ എന്താണ് മിക്സ്ചറിൻ്റെ ഡെഫിനേഷൻ എഴുതുക. അതുപോലെ തന്നെ ഈ ഒരു ടേബിളും കൂടി എല്ലാവരും വരച്ചിടുമോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് എല്ലാവരും കമൻ്റ് ഇടുമോ? അപ്പോൾ താങ്ക് യു.